NIA സവാദിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ പേരിലേക്ക്, കൂടുതൽ ചോദ്യങ്ങളിലേക്ക് NIA എത്തുകയാണല്ലോ. KP സുരേഷ് അധ്യാപകന്റെ കൈവെട്ട് കേസിലെ മുഖ്യപ്രതിയായ സവാദ് അതിനുശേഷം 13 വർഷങ്ങൾക്കിപ്പുറമാണ് പിടിയിലാവുന്നത്. ഇത്രയും കാലം ഒളിവിൽ താമസിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കി, അത് കൂടുതലും പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരും അവരുടെ ശക്തി കേന്ദ്രങ്ങളിലുമായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് വിദേശത്തേക്കടക്കം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അടക്കം സവാദ് പോയിരുന്നു എന്ന ചില സൂചനകളും ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് സൈബർ സെല്ലിൻ്റെ കൂടി സഹായത്തോടെയുള്ള പരിശോധനകൾ നടത്തി. അതിൽ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടവരുണ്ട്, ഇത്തരത്തിൽ സഹായങ്ങൾ നൽകിയവരുണ്ട്, ഒരേ ടവർ പരിധിയിൽ വന്ന നമ്പറുകളുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഇവർ സഹായിച്ചു എന്നതിൻ്റെ കൂടി സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് സവാദിനെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഇതിൽ മറ്റ് തീവ്രവാദ ബന്ധങ്ങളിലടക്കം പ്രവർത്തിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഇത്തരം പരിശോധനയിൽ വളരെ കൃത്യമായി തന്നെ ചിലരെ സംബന്ധിച്ചുള്ള സൂചനകളും ലഭിച്ചിട്ടുണ്ട്. ആ സൂചനകൾ കൂടുതൽ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് സവാദിനെ ചോദ്യം ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർ പ്രതികളാവാനും സാധ്യതയുണ്ട്. ഒപ്പം മറ്റ് കേന്ദ്ര ഏജൻസികളും സവാദിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. KP സുരേഷ്. സുധീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.